ചില ആൾക്കാർക്കുള്ള കംപ്ലൈന്റ് ആണ് ചെസ്റ്റ് വർക്കൗട്ട് കഴിഞ്ഞതിന് ശേഷം ഷോൾഡർ വർക്കൗട്ട് ചെയ്യാനുള്ള സ്ട്രെങ്ത് ഇല്ല. അതായത് ചെസ്റ്റും ഷോൾഡറും ട്രൈസെപ്സും കൂടെ ഒരുമിച്ചായിരിക്കുമല്ലോ ആ സെഷനിൽ ചെയ്യുന്നത്. സോ ചെസ്റ്റിന്റെ കംപ്ലീറ്റ് വർക്കൗട്ടുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഷോൾഡർ വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്കും ഷോൾഡറിന് അധികം വെയിറ്റ് ഉയർത്താൻ പറ്റുന്നില്ലെന്നാണ് പറയുന്നത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ചെസ്റ്റ് ആദ്യം ചെയ്യുമ്പോൾ, അതായത് ഇംഗ്ലൈൻ ഡംബൽ പ്രസ്, ഇംഗ്ലൈൻ ബാർബെൽ അങ്ങനെ തുടങ്ങിയ എക്സസൈസുകളൊക്കെ ചെയ്യുമ്പോൾ ചെസ്റ്റിന്റെ കൂടെ തന്നെ ഫ്രണ്ട് ഡെൽറ്റോയിഡും ട്രൈസെപ്സും ഒക്കെ എക്സോസ്റ്റ് ആവും. അതുകൊണ്ടാണ് ചെസ്റ്റ് കഴിഞ്ഞ് ഷോൾഡർ ചെയ്യാൻ പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ പെർഫോമൻസ് നാച്ചുറലി ഡ്രോപ്പ് ആവുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ഷോൾഡറിനുള്ള ഡെവലപ്മെന്റ് കുറവായിരിക്കും, കാരണം ചെസ്റ്റ് ആണല്ലോ ആദ്യം ചെയ്യുന്നത്. അതിനൊരു പരിഹാരം എന്താന്ന് പറഞ്ഞാൽ, നിങ്ങൾ 2 പുഷ് സെഷൻ ആഴ്ചയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യത്തെ പുഷ് സെഷനിൽ ചെസ്റ്റ്, സൈഡ് ഡെൽറ്റ്, ട്രൈസെപ്സ് ആണ് കളിച്ചതെങ്കിൽ രണ്ടാമത്തെ പുഷ് സെഷൻ വരുമ്പോഴത്തേക്കും ഷോൾഡറിന് പ്രയോറിറ്റി കൊടുക്കുക. അതായത് ഷോൾഡർ പ്രസ്, സൈഡ് ഡെൽറ്റ്, അത് കഴിഞ്ഞിട്ട് ചെസ്റ്റ്, പിന്നെ ട്രൈസെപ്സ് ചെയ്യുക. പിന്നെ ഒരു മാർഗം എന്ന് പറയുന്നത് സ്പ്ലിറ്റ് ദാറ്റ് മസിൽ ഗ്രൂപ്പ്സ് ഇൻടു എൻറ്റയർ സെപ്പറേറ്റ് സെഷൻസ്. അതായത് ഒരു ദിവസം ചെസ്റ്റ് ട്രൈസെപ്സ്, ഒരു ദിവസം ബാക്ക് ബൈസെപ്സ്, പിന്നെ ഷോൾഡർ, പിന്നെ ലെഗ്സ്, അങ്ങനെയും ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് ചെസ്റ്റും ഷോൾഡറും കൂടെ ഒരുമിച്ച് പ്രോഗ്രസ് ചെയ്യണമെങ്കിൽ ഇതുപോലെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് ചെയ്താൽ മതിയാവും.